ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. 7ാം ക്ലാസ്സിലെ 6ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട് എന്നതിൻ്റെ 5ാമത്തെ ക്ലാസ്സാണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സോടുകൂടി ഈ ചാപ്റ്ററിലെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതാണ്. ഇന്ന് ഈ 5ാമത്തെ ക്ലാസ്സിൽ ടീച്ചർ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സൈഡ് ആക്ടിവിറ്റികളാണ്. USS എക്സാമിനെ ചോദിക്കാറുള്ളതാണ്. കൂടാതെ സാധാരണ പരീക്ഷയ്ക്കും ചോദിക്കാനായിട്ട് വൺ വേർഡ് പോലെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ എല്ലാ കുട്ടികൾക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ടീച്ചർ ഈ ചാപ്റ്ററിൽ നമ്മുടെ സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട് എന്ന യൂണിറ്റിലെ ഒരു 3-4 സൈഡ് ആക്ടിവിറ്റികളുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്, USS എക്സാമിനൊക്കെ ചോദിക്കാറുണ്ട്. ഒരു നമ്പർ തന്നിട്ട് അത് പെർഫെക്റ്റ് സ്ക്വയർ ആണോ പൂർണ്ണവർഗമാണോ അല്ലയോ എന്നൊക്കെ കണ്ടുപിടിക്കാനായിട്ട്. മറ്റുള്ള കുട്ടികൾക്കും ചിലപ്പോൾ 1 മാർക്കിൻ്റെ 2 മാർക്കിൻ്റെ ഒക്കെ ആയിട്ട് സബ് ക്വസ്റ്റ്യനായിട്ടും ചോദിക്കാം. അപ്പോൾ നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞ ക്ലാസ്സോട് കൂടിയിട്ട് പാർട്ട് 4 തീർന്നു. ഇന്ന് ടീച്ചർ ഇതിലത്തെ സൈഡ് ആക്ടിവിറ്റികൾ മാത്രമേ പറഞ്ഞു തരുന്നുള്ളൂ. പിന്നെ കൂടാതെ ഇതിലത്തെ സൈഡ് ആക്ടിവിറ്റി ആയതുകൊണ്ട് തന്നെ നോട്ട്സ് ടീച്ചർ തരുന്നില്ല. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് അതിൽ നിന്ന് കിട്ടിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോട്ട് പോലെ നിങ്ങൾ എഴുതി വെച്ചാൽ മതി. ഓക്കെ, പേജ് നമ്പർ 92 ഒരു പ്രോജക്റ്റാണ് ആദ്യമായിട്ട് എടുക്കാൻ പോകുന്നത്. പേജ് നമ്പർ 92 ലാസ്റ്റ് ഡിജിറ്റ് എന്നാണ് ടോപ്പിക്കിൻ്റെ പേര്. അതിൽ ക്വസ്റ്റ്യൻ ടീച്ചർ പറയാം. ലുക്ക് അറ്റ് ദ ലാസ്റ്റ് ഡിജിറ്റ് ഓഫ് ദി സ്ക്വയർസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ഫ്രം 1 to 10. അതായത് അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 1 മുതൽ 10 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിൻ്റെ എണ്ണൽ സംഖ്യകളുടെ സ്ക്വയേഴ്സ് അഥവാ വർഗം അതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റുകൾ ചെക്ക് ചെയ്യാനാണ് പറയണത്. അപ്പോൾ നമ്മൾ നോക്കി നോക്കൂ, ടീച്ചർ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. 1ൻ്റെ ആണെങ്കിൽ സ്ക്വയർ 1 ആണ്, 2ൻ്റെ സ്ക്വയർ 4, 3ൻ്റെ സ്ക്വയർ 9, 4ൻ്റെ സ്ക്വയർ 16, ലാസ്റ്റ് ഡിജിറ്റ് 6, 5ൻ്റെ 25 അല്ലേ, 6ൻ്റെ വർഗം 36, 7ൻ്റെ 49 വരും. അങ്ങനെ 10 വരെ നോക്കി. ഇനി ഇതിലേക്ക് നോക്കൂ, നിങ്ങൾ ലാസ്റ്റ് ഡിജിറ്റ് പരിശോധിക്കുമ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് ഏതൊക്കെയാണ് വരുന്നത്? 1 വരുന്നുണ്ട്, ഇവിടെ 1 ഉണ്ട്, പിന്നെ ഇവിടെയും 81ലും 1 ഉണ്ട്, പിന്നെ 4 വരുന്നുണ്ട് അല്ലേ, 4 ഇതിലുണ്ട്, 64ലും 4 വരുന്നുണ്ട്, പിന്നെ 9 വരുന്നുണ്ട് ഇല്ലേ, 9 49ലുണ്ട്, ഇവിടെയുണ്ട്. പിന്നെ വരുന്നതോ 6 അല്ലേ, 6 വരുന്നുണ്ട്, പിന്നെയോ 5 വരുന്നുണ്ട് അല്ലേ, പിന്നെയോ 0 വരുന്നുണ്ട് അല്ലേ, 0 അല്ലേ. 1 മുതൽ 10 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് പരിശോധിച്ചപ്പോൾ നമ്മൾ കണ്ടു 1, 4, 9, 6, 5, 0 എന്നിങ്ങനെ. അപ്പോൾ ഇതിൽ റിപ്പീറ്റേഷൻ ഉണ്ട്. 1 തന്നെ വീണ്ടും വരുന്നുണ്ട്, 4 വരുന്നുണ്ട്, 6 വരുന്നുണ്ട്, 5 വരുന്നുണ്ട്, പിന്നെ വീണ്ടും 6, 9, 4 അങ്ങനെ വരികയാണ് അല്ലേ. ഇനി നിങ്ങൾ 11 മുതൽ 20 വരെയുള്ള സ്ക്വയേഴ്സിൻ്റെയും ഇതുപോലെ ലാസ്റ്റ് ഡിജിറ്റ് പരിശോധിച്ച് നോക്കുക. 11 സ്ക്വയർ തൊട്ട് 20 സ്ക്വയർ വരെ ടീച്ചർ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം ടീച്ചർ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 30 വരെയുള്ള സ്ക്വയേഴ്സ് വർഗം കാണാനായിട്ടുള്ളത് ബൈ ഹാർട്ട് പഠിച്ചു വെച്ചാൽ നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 11 സ്ക്വയർ ഇതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് നോക്കുമ്പോൾ 1 ദേവയുടെ ടീച്ചർ എഴുതിയിട്ടുണ്ട് അല്ലേ, പിന്നെ ലാസ്റ്റ് ഡിജിറ്റ് 4, 9 അല്ലേ, 6, 5, പിന്നെ വീണ്ടും റിപ്പീറ്റേഷൻ ആണ്, അതായത് ആവർത്തനമാണ്, 6, 9, 4, 1 എന്നൊക്കെ, പിന്നെ 0 അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ 1 മുതൽ 20 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സ് പരിശോധിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി ലാസ്റ്റ് ഡിജിറ്റ് വരാനുള്ള സാധ്യത ഇവരൊക്കെയാണ് അല്ലേ. 1, 4, 9, 6, 5, 0 ഒക്കെയാണ് എന്ത് വരുന്നത്, ലാസ്റ്റ് ഡിജിറ്റ് ആയിട്ട് വരുന്നത് അല്ലേ. അപ്പോൾ നമുക്കിതിൽ നിന്ന് എന്ത് പറയാം? ദ ലാസ്റ്റ് ഡിജിറ്റ് ഓഫ് എ പെർഫെക്റ്റ് സ്ക്വയർ ഈസ് 1 among 0, 1, 4, 5, 6, 9. ഇതിനെ ഒന്നും കൂടി ഓർഡറിൽ എഴുതുകയാണെങ്കിൽ നമുക്ക് പറയാം, ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ലെങ്കിൽ ഒരു പൂർണ്ണവർഗമാകണമെങ്കിൽ അതിലെ ലാസ്റ്റ് ഡിജിറ്റ്, ആ സംഖ്യയുടെ ലാസ്റ്റ് ഡിജിറ്റ് എന്തൊക്കെയാവണം? 0, 1, 4, 5, 6 and 9. ഇത് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഈ ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പരീക്ഷയ്ക്ക് ഒരു നമ്പർ തന്നിട്ട് അത് പെർഫെക്റ്റ് സ്ക്വയർ ആണോ പൂർണ്ണവർഗമാണോ എന്ന് പരിശോധിക്കുമ്പോൾ നിങ്ങൾ ആദ്യം തന്നെ എന്ത് വേണം? ആ സംഖ്യയുടെ ലാസ്റ്റ് ഡിജിറ്റിലേക്ക് നോക്കണം. അപ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് 0, 1, 4, 5, 6, 9 ഏതെങ്കിലും വന്നു എന്ന് വെച്ചാൽ നമുക്ക് പറയാം, പകുതി പറയാം അല്ലെ. പകുതി പറയാമെന്ന് പറഞ്ഞാൽ നമുക്ക് ഏകദേശം അത് പെർഫെക്റ്റ് സ്ക്വയർ ആവാം എന്ന് പറയാം അല്ലേ. ഇനിയും അപ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് ഇവർ ഈ സംഖ്യകളൊക്കെ വന്നാലാണ് എന്താണ് ആ നമ്പർ പെർഫെക്റ്റ് സ്ക്വയർ ആവാന്ന് പറഞ്ഞു. ഇനി ഏതൊക്കെ അല്ലാത്തതുണ്ട്, അതായത് ഡിജിറ്റ്സ് ഇതിലില്ലാത്ത സംഖ്യകൾ പറയൂ. 2, പിന്നെ ഇതിൽ 3 ഇല്ല, 7 ഇല്ല,
8 ഇല്ല അല്ലേ. അപ്പൊ 2ഉം 3ഉം 7ഉം 8ഉം ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് പറയാം? ലാസ്റ്റ് ഡിജിറ്റ് അവസാനത്തെ അക്കം വന്നു വെച്ചാൽ ആ നമ്പർ പെർഫെക്റ്റ് സ്ക്വയർ അല്ല എന്ന് പറയാം അല്ലെ. അപ്പൊ ഇപ്പൊ ടീച്ചർ പറഞ്ഞു തന്നത് എന്തൊക്കെയാണ്? 2 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആവണമെങ്കിൽ അതിന്റെ ലാസ്റ്റ് ഡിജിറ്റ് ഇവയിൽ ഏതെങ്കിലും ഒന്നും ആകാം. ഇനി ലാസ്റ്റ് ഡിജിറ്റ് 2, 3, 7, 8 ഇതിൽ ആരെങ്കിലും ഒരാൾ വന്നു കഴിഞ്ഞാൽ എന്താവില്ല? പെർഫെക്റ്റ് സ്ക്വയർ ആവില്ല, പൂർണ്ണവർഗമാകില്ല. ദ ഡിജിറ്റ്സ് 2, 3, 7 and 8 do not occur at the end of a perfect square അല്ലേ. അപ്പോൾ ഒരു നമ്പർ എടുത്തിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. 2637 ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ എന്ന് വിചാരിക്കുക. ഈസ് 2637 ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ. അതായത് 2637 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണോ എന്ന് പരിശോധിക്കാൻ പറഞ്ഞു എന്ന് വിചാരിക്കുക. അപ്പോൾ ടീച്ചർ ഇപ്പോൾ തന്നെ പഠിപ്പിച്ചെന്ന ഈ പ്രോജക്റ്റിൽ നിന്ന് കിട്ടിയ കാര്യം വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ എന്ത് നോക്കാനാണ് പറഞ്ഞത്? ലാസ്റ്റ് ഡിജിറ്റ് പരിശോധിക്കാൻ പറഞ്ഞു അല്ലേ. ലാസ്റ്റ് ഡിജിറ്റിലേക്ക് നോക്കുമ്പോൾ 7 എന്ന് കിട്ടി. അപ്പോൾ ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവരൊക്കെയാണ് ലാസ്റ്റ് ഡിജിറ്റ് വന്നു വെച്ചാൽ പെർഫെക്റ്റ് സ്ക്വയർ ആവില്ല, ഇവരൊക്കെ വന്നു വെച്ചാൽ പെർഫെക്റ്റ് സ്ക്വയർ ആവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം എന്ത്? ലാസ്റ്റ് ഡിജിറ്റ് 7 ആണ്. അതുകൊണ്ട് തന്നെ 2637 എന്ന് പറയുന്നത് നോട്ട് എ പെർഫെക്റ്റ് സ്ക്വയർ, ഒരു പൂർണ്ണവർഗമല്ല എന്ന് കിട്ടിക്കഴിഞ്ഞു. കണ്ടോ? അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇത് സിമ്പിളായിട്ട് നമുക്ക് എക്സാമിന് ചെയ്യാവുന്നതേ ഉള്ളൂ ഈ ഒരു കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഇതേപോലെ തന്നെ നമുക്ക് നിങ്ങൾ ഇഷ്ടമുള്ള നമ്പറുകൾ ഇതുപോലെ എടുത്തിട്ട് നിങ്ങൾക്ക് നോക്കി നോക്കാം. ഇനി can we decide that a number is a perfect square from its last digit alone? അതായത് അവസാനത്തെ അക്കം മാത്രം നോക്കിയിട്ട് ഒരു സംഖ്യ പൂർണ്ണവർഗമാണ് എന്ന് പറയാൻ പറ്റുമോ? അപ്പൊ ഇവിടെ നമ്മൾ എന്താ കണ്ടത്? നമ്മൾ 1 മുതൽ 20 വരെയുള്ള സംഖ്യകളുടെ സ്ക്വയേഴ്സ് പരിശോധിച്ചു. അപ്പൊ അതിൽ നിന്ന് കിട്ടിയ കാര്യങ്ങളാണ്. ഇപ്പൊ നിങ്ങൾ 20 തൊട്ട് 30 വരെയുള്ള സ്ക്വയേഴ്സ് എടുത്ത് നോക്കിയാലും ഇങ്ങനെ തന്നെയായിരിക്കും അല്ലെ. അപ്പൊ ഇത് നിങ്ങൾ ഓർത്തു വെക്കുക, ഈ 2 കാര്യങ്ങൾ ആരൊക്കെ വരുമ്പോഴാണ് പെർഫെക്റ്റ് സ്ക്വയർ ആവാന്ന്. അപ്പൊ അവസാനത്തെ ഡിജിറ്റ് മാത്രം പരിശോധിച്ചിട്ട് ഒരു സംഖ്യ പെർഫെക്റ്റ് സ്ക്വയർ ആവാൻ പറ്റുമോ എന്നാണ് ഇവര് ചോദിക്കുന്നത്. അപ്പൊ അതിനുള്ള ഒരു മറുപടി എന്ന് പറഞ്ഞാൽ വേറൊരു പ്രോജക്റ്റാണ് നമ്മുടെ ടെക്സ്റ്റിൽ തന്നെ പേജ് നമ്പർ 95 ആ പ്രോജക്റ്റാണ് ഇനി അടുത്തതായിട്ട് എടുക്കാൻ പോകുന്നത്. പേജ് നമ്പർ 95 വീണ്ടും ഒരു പ്രോജക്റ്റാണ് അക്കത്തുക അഥവാ ഡിജിറ്റ് സം. അതായത് നമ്മൾ നേരത്തെ കണ്ടു ഏതൊക്കെ നമ്പേഴ്സ് ലാസ്റ്റ് ഡിജിറ്റ് ആയിട്ട് വന്നാലാണ് ഒരു സംഖ്യ പെർഫെക്റ്റ് സ്ക്വയർ ആവാന്ന് കണ്ടു. ഇനി ഇവർ പറയുന്നത് അക്കത്തുക കൂടി നോക്കാമെന്നാണ്. അതായത് ഒരു സംഖ്യ പെർഫെക്റ്റ് സ്ക്വയർ ആണോ പൂർണ്ണവർഗമാണോ എന്ന് പരിശോധിക്കാൻ അവസാനത്തെ ഡിജിറ്റ് മാത്രമല്ല ഒരു കാര്യം കൂടിയും നോക്കാം. എന്താ? നമുക്ക് ഒന്നുകൂടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് അക്കത്തുക കൂടിയും കാണാം. ആരുടെ അക്കത്തുകയാണ് കാണേണ്ടത്? അവരുടെ സ്ക്വയേഴ്സിന്റെ വർഗങ്ങളുടെ അക്കത്തുക. ഇപ്പൊ ടീച്ചർ സാമ്പിൾ പോലെ കുറച്ച് നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സിന്റെ അക്കത്തുക അഥവാ ഡിജിറ്റ് സം ബോർഡിൽ എഴുതിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. 1ന്റെ സ്ക്വയർ വർഗം എന്ന് പറയുന്നത് 1 തന്നെ. 2ന്റെ വർഗം അഥവാ സ്ക്വയർ 2 സ്ക്വയർ 4 ആണ്, അക്കത്തുക 4 തന്നെ. 3 സ്ക്വയർ 9 ആണ്, അക്കത്തുക 9. 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാ? 4 × 4 16 ആണ്. ഇനി ആ 16ലെ സംഖ്യകൾ തമ്മിൽ ഡിജിറ്റ് സം എന്ന് പറഞ്ഞാൽ അതിൽ ഡിജിറ്റുകൾ കൂട്ടുക. 1ഉം 6ഉം കൂട്ടി കഴിഞ്ഞാൽ 7. അപ്പൊ നമുക്ക് ഡിജിറ്റ് സം എന്ത് കിട്ടി? അക്കത്തുക 7 കിട്ടി. അക്കങ്ങളുടെ തുക, ഡിജിറ്റുകളുടെ തുക. അതേപോലെ 5 സ്ക്വയർ 25 ആണ്, 2ഉം 5ഉം കൂട്ടിയപ്പോൾ 7 കിട്ടി. 6 സ്ക്വയർ 36 ആണ്, 3ഉം 6ഉം കൂട്ടിയപ്പോൾ 9 കിട്ടി അല്ലെ. അതേപോലെ 7 സ്ക്വയർ 49 ആണ്, 4ഉം 9ഉം കൂട്ടിയപ്പോൾ 13 ആണ് കിട്ടിയത്. വീണ്ടും ആ 13ൽത്തെ 1ഉം 3ഉം കൂട്ടണം. ഒറ്റ നമ്പറായിട്ട് 1 ഡിജിറ്റ് ആയിട്ട് എത്തിക്കണം ഡിജിറ്റുകളുടെ സമ്മിനെ. അപ്പൊ 13നെ അഗെയിൻ ആഡ് ചെയ്യണം. 1ഉം 3ഉം കൂട്ടിയപ്പോൾ 4. 8 സ്ക്വയർ 64 ആണ്, 64നെ ഇതേപോലെ 6ഉം 4ഉം കൂട്ടിയപ്പോൾ 10 വന്നു. ഈ 10ൽത്തെ ഈ 10 എന്ന് പറയുന്ന സംഖ്യയിലെ അക്കങ്ങൾ 1ഉം 0 ആണ്, അത് വീണ്ടും കൂട്ടിയപ്പോൾ 1. അപ്പൊ നമ്മളൊരു സാമ്പിൾ പോലെ കുറച്ച് ഉദാഹരണങ്ങളിലൂടെ 11ന്റെ വരെ ടീച്ചർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടിന്യൂ 20 വരെയൊക്കെ ചെയ്ത് നോക്കാം. അപ്പൊ ഇതിലേക്ക് നോക്കൂ, അക്കങ്ങളുടെ തുകയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ടല്ലോ. എന്തൊക്കെയാണ് അക്കങ്ങളുടെ തുകയായിട്ട് വരുന്നത് എന്ന് നോക്കുക. 1 വരുന്നുണ്ട് അല്ലെ. 1 ഇവിടെ 1 കാണാണ്ട്, 1 കാണാണ്ട്, 1 കാണാണ്ട്. പിന്നെയോ 4 കാണാണ്ട് അല്ലെ. 4 ഇവിടെ വരുന്നുണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. പിന്നെയോ 9 വരുന്നുണ്ട്. 9 ഇവിടെ ഉണ്ട്, ഇവിടെ. പിന്നെ ഇത് വരുന്നുണ്ട് 7. കണ്ടു 7. ഇനി അതല്ലാതെ വേറെ എന്തെങ്കിലും വരുന്നുണ്ടോ? അപ്പൊ ടീച്ചറെ ബോർഡിൽ 11 വരെയുള്ള സ്ക്വയറേ ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ കുറച്ചധികം സ്ക്വയേഴ്സ് വരെ 20ന്റെ സ്ക്വയർ വരെയൊക്കെ ചെയ്ത് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അക്കങ്ങളുടെ തുക റിപ്പീറ്റേഷൻ ആണ് അല്ലെ, ആവർത്തിച്ചു വരികയാണ്.
1, 4, 9, 7 ഇതല്ലാതെ വേറെ ഒന്നും ഇവിടെ വരുന്ന കാണാനില്ല അല്ലെ. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം, ഒരു സംഖ്യ പെർഫെക്റ്റ് സ്ക്വയർ ആവണമെങ്കിൽ അവയുടെ അക്കത്തുക ഡിജിറ്റുകളുടെ സമ്മ എന്താവണം? ഈസ് ഓൾവേസ് 1 among 1, 4, 9, 7 ഇവയിൽ ഏതെങ്കിലും ഒരെണ്ണമാവണം. 1, 4, 9, 7 ഇതിലേതെങ്കിലും ഒരു സംഖ്യയാണ് അക്കത്തുകയായിട്ട് വരുന്നത് എങ്കിൽ ആ സംഖ്യ നമുക്ക് പറയാം പെർഫെക്റ്റ് സ്ക്വയർ ആണ്, പൂർണ്ണവർഗമാണ്. അപ്പൊ നമ്മൾ ഇന്ന് 2 പ്രോജക്റ്റില് 2 കാര്യങ്ങൾ പഠിച്ചു. നേരത്തെ പ്രോജക്റ്റിലെ ലാസ്റ്റ് ഡിജിറ്റുകൾ ഏതൊക്കെയാവണമെന്ന് കണ്ടു. 0, 1, 4, 5, 6 അല്ലെങ്കിൽ 9 അല്ലെ. അത് കൂടാതെ തന്നെ ഒന്നും കൂടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നിങ്ങൾ ലാസ്റ്റ് ഡിജിറ്റും പരിശോധിക്കണം. അതേപോലെ ഡിജിറ്റ് സം, ആ തന്നിരിക്കുന്ന സംഖ്യയുടെ അക്കങ്ങളുടെ തുക കൂട്ടി നോക്കുക. അത് പെർഫെക്റ്റ് സ്ക്വയർ ആവണമെങ്കിൽ ആ തന്നിരിക്കുന്ന നമ്പർ പെർഫെക്റ്റ് സ്ക്വയർ ആണോ എന്ന് പരിശോധിക്കാൻ പറയാച്ച അവരുടെ ഡിജിറ്റ് സം കണ്ടിട്ട് ഇതിലേതെങ്കിലും ഒരു സംഖ്യയാണ് വരുന്നത് എങ്കിൽ നമുക്ക് ആ സംഖ്യ എന്താന്ന് പറയാം? പെർഫെക്റ്റ് സ്ക്വയർ ആവാം അല്ലെ. ദ ഡിജിറ്റ് സം ഓഫ് എ പെർഫെക്റ്റ് സ്ക്വയർ ഈസ് ഓൾവേസ് 1 among 1, 4, 7, 9 1, 4, 9, 7. അപ്പൊ ഞാൻ ഇത് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ക്ലൂ വേണമെങ്കിൽ, നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ എപ്പോഴും പ്രത്യേകിച്ച് USS പരീക്ഷയ്ക്കൊക്കെ ഒരു ക്ലൂ ഉണ്ടാക്കി പഠിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കിട്ടും. അപ്പൊ ഞാൻ കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കാറുള്ളത്, ഇതിപ്പോ നമ്മൾ സ്കൂളിലാണെങ്കിൽ നമുക്ക് കുറെ ടിപ്സ് പറഞ്ഞു തരാൻ പറ്റൂല്ലേ. അപ്പൊ 1947 എന്ന് ഓർത്ത് വെച്ചാൽ മതി എന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട്. എന്താ 1947 പ്രത്യേകത? നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ അല്ലെ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ഇയർ. അപ്പൊ 1947 ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ സംഖ്യ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ 1, 9, 4, 7 ഇവയിൽ ഏതെങ്കിലും ഒരെണ്ണമാണ് ഡിജിറ്റിസമായി വന്നത് എങ്കിൽ ആ സംഖ്യ പെർഫെക്റ്റ് സ്ക്വയർ ആണ് എന്ന് പറയാം അല്ലെ. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. 3324 ഒരു ക്വസ്റ്റ്യൻ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. ഇത് പൂർണ്ണവർഗമാണോ എന്ന് പരിശോധിക്കാനായിട്ട് അല്ലെ. ഈസ് 3324 ഈസ് പെർഫെക്റ്റ് സ്ക്വയർ. ഇത് പൂർണ്ണവർഗമാണോ എന്ന് പരിശോധിക്കാനായിട്ട് ഒരു ക്വസ്റ്റ്യൻ വന്നു എന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ എന്തൊക്കെ നോക്കണം? അപ്പൊ ആദ്യം തന്നെ ടീച്ചർ എന്താ പറഞ്ഞു തന്നത്? കഴിഞ്ഞ പ്രോജക്റ്റിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ഡിജിറ്റ് പരിശോധിക്കാൻ. ലാസ്റ്റ് ഡിജിറ്റിലേക്ക് നോക്കുമ്പോൾ 4. അപ്പൊ അത് ഓക്കെയാണ് അല്ലെ. ലാസ്റ്റ് ഡിജിറ്റ് 4 വന്നു കഴിഞ്ഞാൽ പെർഫെക്റ്റ് സ്ക്വയർ ആവാൻ സാധ്യതയുണ്ട് അല്ലെ. 0, 1, 4, 5, 6, 9 ഇതിലൊക്കെയാണ് ലാസ്റ്റ് ഡിജിറ്റ് വന്നു വെച്ചാൽ പെർഫെക്റ്റ് സ്ക്വയർ ആവുമെന്ന് കണ്ടു. അപ്പൊ ആ കണ്ടീഷൻ ഓക്കെ. ഇനി എന്തുകൂടി പരിശോധിക്കാം? നമുക്ക് ഒന്നുകൂടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഡിജിറ്റ് സമ്മ് കൂടി കണ്ടുപിടിക്കാം. ലാസ്റ്റ് ഡിജിറ്റ് ഓക്കെ ആയി. ഇനി ഡിജിറ്റ് സമ്മ് ഇപ്പോഴുള്ള പ്രോജക്റ്റിൽ പഠിച്ച കാര്യം കൂടി ഉപയോഗിച്ച് നോക്കാം. ഡിജിറ്റ് സം എന്ന് പറഞ്ഞാല് 3A+, 3A+, 2A+, 4 നോക്കി നോക്കൂ. 3 3 6, 6 4 10, 10 2 എന്താ വരിക? 12 അല്ലെ. 12 ആണ് വരുന്നത്. ഇനി ഈ സംഖ്യ വീണ്ടും കൂട്ടുക. 1 2 കൂടി കൂട്ടുമ്പോ 3. ലാസ്റ്റ് ഡിജിറ്റ് എന്ത് വന്നു? 3. ഡിജിറ്റ് സം എന്ത് വന്നു? 3. അക്കത്തുക 3 വന്നു. അക്കത്തുക ഇവ വന്നാലല്ലേ എന്താവുള്ളൂ? പെർഫെക്റ്റ് സ്ക്വയർ ആവുള്ളൂ. കണ്ടോ? അപ്പൊ നമുക്ക് മനസ്സിലാക്കാം ഇതെന്തല്ല 3324 എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. 3324 ഈസ് നോട്ട് എ പെർഫെക്റ്റ് സ്ക്വയർ. കണ്ടോ? അപ്പൊ നമ്മള് ഈ 2 കാര്യങ്ങളും നമ്മൾ പരിശോധിച്ചിട്ട് വേണം ഒരു സംഖ്യ പെർഫെക്റ്റ് സ്ക്വയർ ആണോ അല്ലയോ എന്ന് പരിശോധിക്കാനായിട്ട്. നമ്മൾ ആ ഫസ്റ്റ് പ്രോജക്റ്റ് പ്രകാരം മാത്രം നോക്കുക വെച്ചാൽ 4 ലാസ്റ്റ് പ്ലേസ്. അപ്പൊ ഈ സംഖ്യകൾ ലാസ്റ്റ് ഡിജിറ്റ് ആയിട്ട് വന്നു വെച്ചാൽ പെർഫെക്റ്റ് സ്ക്വയർ ആവുമെന്ന് ഫസ്റ്റ് പ്രോജക്റ്റിൽ പറഞ്ഞു തന്നു. പക്ഷെ അത് പോരാ. സെക്കൻഡ് പ്രോജക്റ്റ് പ്രകാരം ഡിജിറ്റ് സമ്മ് കൂടിയും കാണണം. ഡിജിറ്റ് സമ്മ് 1, 9, 4, 7 ഇതിലിടയിൽ കോമയുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് 1947 എന്ന് ഓർത്തെടുക്കാൻ നമ്മൾ പറഞ്ഞു മാത്രം. ഇതിലേതെങ്കിലും വന്നാൽ മാത്രമേ പെർഫെക്റ്റ് സ്ക്വയർ ആവുള്ളൂ. അപ്പൊ ഇവിടെ 3 വന്നു, ഇതിൽ പെടില്ല അല്ലെ. 1, 9, 4, 7 പെടുന്നുണ്ടോ? 3 ഇല്ല. അപ്പൊ നമുക്ക് പറയാം എന്താ പ്രോജക്റ്റ് 1 പ്രകാരം ഇത് ഓക്കെയാണ്. പക്ഷെ ഈ ഡിജിറ്റ് സം എടുത്തപ്പോ അവിടെ തെറ്റിപ്പോയി. അപ്പൊ നമുക്ക് പറയാം 2 കണ്ടീഷനും ഓക്കെ ആണെങ്കിൽ മാത്രമേ പെർഫെക്റ്റ് സ്ക്വയർ ആവുള്ളൂ. അപ്പൊ നമുക്ക് പറയാം 3324 എന്ന് പറയുന്നത് ഒരു പൂർണ്ണവർഗമല്ല, പെർഫെക്റ്റ് സ്ക്വയർ അല്ല. അപ്പൊ ഇതുപോലത്തെ കണക്കുകൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പൊ ഈ 2 കണ്ടീഷനും ചെയ്തു നോക്കിയിട്ട് വേണം പറയാനായിട്ട്. ഇനി അടുത്ത സൈഡ് ആക്ടിവിറ്റി പേജ് നമ്പർ 94 സ്ക്വയർ റൂട്ട് ഓഫ് എ പെർഫെക്റ്റ് സ്ക്വയർ എന്നതാണ്. പൂർണ്ണവർഗത്തിന്റെ വർഗമൂലം. എന്താണ്? സ്ക്വയർ റൂട്ട് ഓഫ് എ പെർഫെക്റ്റ് സ്ക്വയർ. ഒരു പെർഫെക്റ്റ് സ്ക്വയറിന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇതൊരു പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്നു. ഹാഫ് ഇയർലി ആനുവൽ എക്സാം പോലുള്ള എക്സാമുകൾക്ക് ചോദിച്ചിരുന്നു. അപ്പൊ ശ്രദ്ധിക്കാം. ക്വസ്റ്റ്യൻ ടീച്ചർ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. 1369 ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ. വാട്ട് ഈസ് ഇറ്റ് സ്ക്വയർ റൂട്ട്?
എന്താ 1369 ഒരു പൂർണ്ണവർഗമാണ്. അതിന്റെ സ്ക്വയർ റൂട്ട് അഥവാ വർഗ്ഗമൂലം എന്തായിരിക്കും കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഇതിനൊരു ഈസി മെത്തേഡ് ഉണ്ട്. ആ ഒരു മെത്തേഡിലൂടെ ഇത് പറഞ്ഞുതരാം. അതായത് 1369 ഒരു 4 അക്ക സംഖ്യയാണ് അല്ലേ. ഇനി നിങ്ങൾ ആലോചിക്കുക, നമുക്ക് കുറച്ച് സംഖ്യകളുടെ പ്രത്യേകിച്ച് 10, 20, 30, 40, 30 വരെയുള്ളതിൻ്റെ 30 സ്ക്വയർ വരെ 1 മുതൽ അറിയണം ബൈ ഹാർട്ട് എന്ന് പറഞ്ഞിരുന്നു. അത് കൂടാതെ തന്നെ നമുക്ക് ചില സംഖ്യകളുടെ പൂജ്യങ്ങളുള്ള സംഖ്യകളുടെ സ്ക്വയേഴ്സ് നമുക്ക് കാണാണ്ട് അറിയാം അല്ലേ. ഇപ്പോൾ 10 സ്ക്വയർ ആച്ച 100 അല്ലേ, പിന്നെയോ 20 സ്ക്വയർ ആച്ച 400, ഇതൊക്കെ നമുക്ക് അറിയണ കാര്യമില്ല, ചെയ്ത് നോക്കാണ്ട് തന്നെ. 30 സ്ക്വയർ ആണെങ്കിൽ 900 അല്ലേ, 40 സ്ക്വയർ ആച്ചാൽ 1600. ഇതെങ്ങനെയാ വന്നേ? 1ന്റെ സ്ക്വയർ 1, പിന്നെ സീറോകളുടെ എണ്ണം സ്ക്വയർ ചെയ്യുമ്പോൾ ഡബിൾ ആവും എന്ന് മുന്നത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇനി ഇവിടേക്ക് നോക്കുക. അപ്പൊ ഇത് 1369 ഏത് സംഖ്യകൾക്കിടയിൽ വരാനാണ് സാധ്യത? ഇവർക്കിടയിലല്ലേ 1369 ലൈ ചെയ്യുന്നത്, സ്ഥിതി ചെയ്യുന്നത്. ഈ 2 സംഖ്യകൾക്കിടയിലായിരിക്കും. ബിറ്റ്വീൻ 900 ആൻഡ് 1600 ഇടയിലാണ് 1369 അല്ലേ. നമ്മൾ എണ്ണി നോക്കുമ്പോൾ നമ്മൾ നാച്ചുറൽ നമ്പർ ഈ നമ്പർ ഇവരുടെ ഇടയിൽ വരാനാണ് സാധ്യത അല്ലേ. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം, അതായത് 30 സ്ക്വയറിന്റെയും 40 സ്ക്വയറിന്റെയും ഇടയിലുള്ള ഇവർക്ക് ഇടയിലായിരിക്കും ഇതിന്റെ സ്ക്വയർ റൂട്ട്. അത്രയും കാര്യം മനസ്സിലായോ? അപ്പൊ അതിന്റെ സ്ക്വയർ റൂട്ട് 30ന്റെയും 40ന്റെയും സ്ക്വയറിന്റെ ഇടയിൽ ഏതോ ഒരു സംഖ്യയുടെ വർഗമാണ് എന്ത്? 1369. ഇനി നമുക്ക് നോക്കാം, ഇതിൽ തന്നെ ലാസ്റ്റ് ഡിജിറ്റ് പരിശോധിക്കാം. ഇപ്പൊ 1369 ലാസ്റ്റ് ഡിജിറ്റ് എന്താ? 9 അല്ലെ. ലാസ്റ്റ് ഡിജിറ്റ് 9 ആണ്. സോ ദ ലാസ്റ്റ് ഡിജിറ്റ് ഇൻ ദ സ്ക്വയർ റൂട്ട് ഷുഡ് ബി 3. എന്താ പറയുന്നത്? ഇത് ഈ സംഖ്യ 9 ആയതുകൊണ്ട് ഇതിന്റെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ അതിന്റെ ലാസ്റ്റ് ഡിജിറ്റ് ഒന്നെങ്കിൽ 3 വരാം, അല്ലെങ്കിൽ 7 വരാം. എന്താ അങ്ങനെ പറയാൻ കാരണം? നമുക്ക് ഈ 9 കിട്ടണമെങ്കിൽ 2 പോസിബിലിറ്റി ഉണ്ട്. 3 × 3 9 ആണ്, 7 × 7 49 ആണ് അല്ലേ. അപ്പൊ ഇതിന്റെ ഒറ്റയുടെ സ്ഥാനത്തേക്കാം, അഥവാ ലാസ്റ്റ് ഡിജിറ്റ് 9 ആയതുകൊണ്ട് നമ്മുടെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ അതിൽ ലാസ്റ്റ് ഡിജിറ്റ് വരാനുള്ള പോസിബിലിറ്റി 2 പോസിബിലിറ്റി ഉണ്ട്. ഇങ്ങനെ ഈ 9 അറ്റത്ത് വരുന്നത് കൊണ്ട് 3 × 3 9 ആണ്, 7 × 7 9 ആയതുകൊണ്ട് 3ഓ 7ഓ സ്ക്വയർ റൂട്ടിന്റെ ലാസ്റ്റ് ഡിജിറ്റ് ആവാൻ സാധ്യതയുണ്ട് അല്ലെ. അത്രയും മനസ്സിലായി. അപ്പൊ 30 തൊട്ട് 40 വരെയുള്ള സംഖ്യകളിൽ ഏതാ ഒന്നെങ്കിൽ എന്ത് വരാനായിട്ട് സാധ്യതയുണ്ട്? 33 ആവാം, അല്ലെങ്കിൽ 37 ആവാം അല്ലെ. അതായത് 33ഓ 37ഓ അല്ലെ. 3 × 3 9 ആണ്, 7 × 7 49 ആണ്. അപ്പൊ 30 തൊട്ട് 40 വരെയുള്ള ഇടയില് ലാസ്റ്റ് ഡിജിറ്റ് ഓഫ് ദ സ്ക്വയർ റൂട്ട് ഒന്നെങ്കിൽ 3 ആവാം, അല്ലെങ്കിൽ 7 ആവാം. ഈ ഒരു കാര്യം അല്ലെ. 7 × 7 49ഉം പിന്നെ 3 × 3 9 ആയതുകൊണ്ട് ഇതിന്റെ ലാസ്റ്റ് ഡിജിറ്റ് പരിശോധിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി. അപ്പൊ 30 സ്ക്വയർ തൊട്ട് 40 സ്ക്വയറിന്റെ ഇടയിലാണ് ഈ 1369 കിടക്കണേ എന്ന് മനസ്സിലായി. അപ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് പരിശോധിച്ചപ്പോൾ 9 ആയതുകൊണ്ട് ഒന്നെങ്കിൽ 33 ആവാം, അല്ലെങ്കിൽ 37ന്റെ സ്ക്വയർ ആവാം. ഇതിലേക്ക് നോക്കാം. 1369 ഏറ്റവും അടുത്ത് കിടക്കുന്നത് ആരുടെ അടുത്താ? 1600ന്റെ അടുത്തേക്കല്ലേ പോകുന്നത്. 900 കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ടാണ് 1369. അപ്പൊ ഏകദേശം 1600ന്റെ അടുത്തേക്കാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം 33ന്റെ സ്ക്വയർ ആവാൻ സാധ്യതയില്ല, 37ന്റെ സ്ക്വയർ ആവാനേ സാധ്യതയുള്ളൂ. അപ്പൊ ആരുടെ സ്ക്വയർ റൂട്ട്? ഈ 1369ന്റെ സ്ക്വയർ റൂട്ട് എന്ത് വരും? 37 അല്ലെ. അതായത് 37ന്റെ സ്ക്വയർ ആണ് 1369. സംശയം ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കാം. 37 × 37. പിന്നെ നമുക്ക് പറയാം 1369ന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 37 ആണ്. പിടികിട്ടി കണ്ടോ? അപ്പൊ ഇത് ഒരു കണക്ക്. ഇനി ഇതുപോലത്തെ 1-2 കൂടി പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു വിചാരിക്കുക. 2116 ആണ് നെക്സ്റ്റ് പ്രോബ്ലം എന്ന് വിചാരിക്കുക. ഇതിന്റെ സ്ക്വയർ റൂട്ട് ഈ രീതിയിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞു എന്ന് വിചാരിക്കുക. നമുക്ക് എങ്ങനെ ചെയ്യാം ഒന്ന് ആലോചിച്ച് നോക്കൂ. 2116. അപ്പൊ ഏതിന്റെ ഇടയിലാണ് ഇത് സ്ഥിതി ചെയ്യണേന്ന് നോക്കണം. അപ്പൊ നമുക്ക് പറഞ്ഞൂടെ 40 സ്ക്വയർ എന്ന് പറഞ്ഞാല് 1600, 50 സ്ക്വയർ എന്ന് പറഞ്ഞാല് 2500. ഇതിന്റെ ഇടയിലല്ലേ ഈ ഒരു സംഖ്യ സ്ഥിതി ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഏത് 2 സ്ക്വയറുകൾക്ക് ഇടയിലാണ് ഇത് കിടക്കണേന്ന് ആദ്യം നോക്കി. ഇനി നോക്കേണ്ട കാര്യം എന്താ? നേരത്തെ കണക്ക്. അപ്പോൾ 40 സ്ക്വയറിന്റെയും 50 സ്ക്വയറിന്റെയും ഇടയിലുള്ള ഏതൊരു സംഖ്യയുടെ സ്ക്വയർ ആണ് ഇതെന്ന് മനസ്സിലായി. ഇനി ലാസ്റ്റ് ഡിജിറ്റ് നോക്കുമ്പോൾ 6 ആണ് ലാസ്റ്റ് ഡിജിറ്റ്. അപ്പൊ ലാസ്റ്റ് ഡിജിറ്റ് 6 വരണമെങ്കിൽ ഏതൊക്കെ സംഖ്യകൾ ഗുണിച്ചാലാണ് 6 വരിക? 4 × 4 16 അല്ലേ.
16 പിന്നെ ഏത് സംഖ്യ ഗുണിച്ചാൽ 6 കിട്ടുക? 6 × 6 36 അല്ലേ? ഈ രണ്ട് സംഖ്യകൾ ഗുണിച്ചാലാണ് 6 ലാസ്റ്റ് ഡിജിറ്റ് കിട്ടുക. 4 × 4 16 6 × 6 ഗുണിച്ചാലും ലാസ്റ്റ് ഡിജിറ്റ് 36 6 വരും അല്ലേ? ഇനി അതിൽ തന്നെ പരിശോധിക്കുക. അപ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് ഏതൊക്കെ വരാനാണ് പോസിബിലിറ്റി? ഒന്നെങ്കിൽ 4 ആവാം, അല്ലെങ്കിൽ 6 ആവാം. അപ്പോൾ 40-നും 50-നും ഇടയിലായതുകൊണ്ട് ഒന്നെങ്കിൽ 4 ആവാം, അല്ലെങ്കിൽ 6 ആവാം. അപ്പൊ 44 46 ഇതിൽ ഏതെങ്കിലും ഒന്നിന്റെ സ്ക്വയർ ആയിരിക്കും. ഈ 4 നമുക്ക് എവിടെ നിന്നാണ് കിട്ടിയെന്ന് മനസ്സിലായി. ഈ 4 40-ന്റെയും 50-ന്റെയും ഇടയിലാന്ന് പറയുമ്പോൾ 41 42 43-ന്റെയോ 44 അങ്ങനെ ആ 4ആണ് ഇവിടെ എഴുതിയത്. ഇവിടെ 3 വരാൻ സാധ്യത മനസ്സിലായോ? ഈ 3 എങ്ങനെയാ വന്നേന്ന്? 30-ന്റെയും 40-ന്റെയും ഇടയിലായതുകൊണ്ട് 31 32 33 ആ 3ആണ് ഈ 3 കേട്ടോ. ഇനി ഇവിടെ ഈ 4ഉം 6ഉം വരാൻ സാധ്യത ഇവിടുത്തെ ലാസ്റ്റ് ഡിജിറ്റ് നോക്കിയിട്ടാണ് അല്ലെ? ലാസ്റ്റ് ഡിജിറ്റ് നോക്കിയിട്ട് മനസ്സിലായി. അപ്പോൾ 44-ന്റെയോ 46-ന്റെയോ സ്ക്വയർ ആയിരിക്കും 2216. ഇനി നേരത്തെ പോലെ തന്നെ 2216 ഏതിന്റെ അടുത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? 2500-ന്റെ ഏകദേശം അടുത്തായിട്ടാണ് വരുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാവാം 44-ന്റെ സ്ക്വയർ ആവാൻ സാധ്യതയില്ല. ആരുടെ സ്ക്വയർ ആവാനാണ് സാധ്യത? 46-ന്റെ സ്ക്വയർ. ഇത് 2216 നിയർ ടു 2500 ആണ്. ഏകദേശം 2500-ന്റെ അടുത്തായതുകൊണ്ട് 46-ന്റെ സ്ക്വയർ ആവാനാണ് സാധ്യത അല്ലേ? അപ്പൊ സ്ക്വയർ റൂട്ട് ഓഫ് 2216 എന്ത് വരും? 46 എന്ന് വരും. കണ്ടോ? അപ്പൊ ഈ ഒരു രീതിയിൽ കൂടി മനസ്സിലാക്കി എടുക്കണം. അടുത്ത സൈഡ് ആക്ടിവിറ്റി പേജ് നമ്പർ 91-ലെ സ്ക്വയർ ഡിഫറൻസ് വർഗ വ്യത്യാസം എന്നതാണ്. അപ്പൊ ബോർഡിലേക്ക് നോക്കാം. ടീച്ചർ കുറച്ച് പാറ്റേൺ എഴുതിയിട്ടുണ്ട്. ഈ പാറ്റേൺ മുമ്പ് കണ്ടിട്ടുണ്ടാവും. 2² = 1² + 1 + 2 ഓർമ്മയുണ്ടോ? നെക്സ്റ്റ് സ്ക്വയർ അടുത്ത വർഗം എന്നതിന്റെ ഭാഗത്തിൽ ടീച്ചർ ഈ പാറ്റേൺ എഴുതിയിട്ടുണ്ടായിരുന്നു. ഈ പാറ്റേൺ എഴുതിക്കൊണ്ടാണ് ആ ടോപ്പിക് തുടങ്ങിയത്. അതായത് ഒരു നമ്പറിന്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ 2² 4 എല്ലാവർക്കും അറിയാം. അതിന് എന്ത് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു? തൊട്ട് മുമ്പത്തെ സംഖ്യയുടെ സ്ക്വയർ പ്ലസ് ആ 2 സംഖ്യകള് വെറുതെ കൂട്ടിയത് എന്നതിന് തുല്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ 50² 51² ഒക്കെ കണ്ടുപിടിക്കാൻ ഈ ഒരു പാറ്റേണിലൂടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? അപ്പൊ ഇവിടെ ടീച്ചർ ഒരു 3 വരി എഴുതിയിട്ടുണ്ട് അല്ലെ? 3² ആകുമ്പോൾ 2² പ്ലസ് 2 3 കൂട്ടിയത് 4² വരുമ്പോൾ ഇത് അല്ലെ? അപ്പൊ ഈ പാറ്റേണിൽ നിന്നും ടീച്ചർ ഒരു കാര്യം എടുത്തെഴുതി. ഇവിടെ 2² - 1², അതായത് ഈ 1² സമത്തിനപ്പുറത്തേക്ക് പോകുമ്പോൾ മൈനസ് ആവും. 2² - 1² എന്താവും? 1 + 2. അതേപോലെ 3² - 2² എന്താവും? 2 + 3. അപ്പൊ ഈ ഒരു പാറ്റേണിൽ നിന്നും ടീച്ചർ സ്ക്വയറുകൾ ഒരുമിച്ച് എഴുതി. അതായത് 2² - 1², 3² - 2², 4² - 3² അങ്ങനെ എഴുതി. ഇതിലേക്ക് നോക്കൂ. അതായത് ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? 2 അടുത്തടുത്തുള്ള സംഖ്യകളുടെ സ്ക്വയേഴ്സിന്റെ ഡിഫറൻസ് ആണ് അല്ലെ? അതായത് ദ ഡിഫറൻസ് ഓഫ് ദി സ്ക്വയേഴ്സ് ഓഫ് 2 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് ആണ്. തുടർച്ചയായിട്ടുള്ള 2 സംഖ്യകളുടെ സ്ക്വയറുകളുടെ വ്യത്യാസം. അതാണ് ടോപ്പിക്കിന്റെ പേര്, വർഗ വ്യത്യാസം. അത് പറയുന്നത് എന്താണ്? അതായത് അവയുടെ സമ്മല്ലേ. നോക്കൂ, ഇവിടെ 2-ഉം 2² 1² ആണ് നമുക്ക് ചെയ്തത്. 2² എന്ന് പറഞ്ഞാൽ 4. 4-ൽ നിന്ന് 1 പോയ എത്രയാ? 3 ആണ് അല്ലെ? 2² എന്ന് പറഞ്ഞാൽ 4. 4-ൽ നിന്ന് 1 കുറച്ച് കഴിഞ്ഞാൽ 3. അതെ, 1 + 2 വരുന്നത് കണ്ടോ? ഈ 1ഉം 2ഉം കൂട്ടിയാ മതി. ഇതേപോലെ 3² എന്ന് പറഞ്ഞാൽ 9. 9-ൽ നിന്ന് 2² കുറയ്ക്കുമ്പോൾ 4. 5 വരുന്നുണ്ട്. ദേ ഈ 2ഉം 3ഉം കൂട്ടി 5 വരുന്നത് കണ്ടോ? അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം? ദ ഡിഫറൻസ് ഓഫ് ദി സ്ക്വയേഴ്സ് ഓഫ് 2 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് ഈസ് ദെയർ സം. തുടർച്ചയായ 2 സ്ക്വയറുകളുടെ നാച്ചുറൽ നമ്പറുകളുടെ സ്ക്വയറുകളുടെ വ്യത്യാസം എന്ന് പറയുന്നത് അവരുടെ തന്നെ സമ്മാണ്. ഇപ്പൊ നമുക്ക് വേറെ വലിയ സംഖ്യകൾ തന്നു വിചാരിക്കും. ഇപ്പൊ 10² - 9² ചോദിച്ചു നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും. എന്താ? 9ഉം 10ഉം കൂട്ടിയാ മതി അല്ലെ? അങ്ങനെ കണ്ടോ? ഇനി ഇതേപോലെ തന്നെ ഇതിൽ നിന്ന് വേറൊരു കാര്യം കൂടി നമുക്ക് നോക്കാം. ഇനി 3² - 1². ടീച്ചർ ബോർഡില് ഇവിടെ നമ്മൾ അടുത്തടുത്തുള്ള നാച്ചുറൽ നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സിന്റെ ഡിഫറൻസ് ആണ് കണ്ടത്. ഇനി ബോർഡിലേക്ക് നോക്കൂ. 3² - 1². 3² എന്ന് പറഞ്ഞാല് 9, 1² എന്ന് പറഞ്ഞാൽ 1. അപ്പൊ 8 കിട്ടി കുറച്ചപ്പോ. ഇനി 4² നിന്ന് 2² കുറച്ചപ്പോ 16-ൽ നിന്ന് 4 പോയാൽ 12. 5² നിന്ന് 3² കുറച്ചപ്പോ 25-ൽ നിന്ന് 9 കുറച്ചാൽ 16. ഇവിടെ ശ്രദ്ധിച്ചു, ഈ ലെഫ്റ്റ് സൈഡ് നോക്കിയാൽ മനസ്സിലാക്കാം 3² 1² അല്ലെ?
ഇവിടെ 4 2 സ്ക്വയർ. എന്താ പ്രത്യേകത? ഇവിടെ അടുത്തടുത്തുള്ള നാച്ചുറൽ നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സിന്റെ വ്യത്യാസമാണ്. ഇവിടെയോ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒന്നിടവിട്ട നാച്ചുറൽ നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സിന്റെ ഡിഫറൻസ് ആണ്. ശ്രദ്ധിച്ചോ? ഇവിടെ 1 ഉം 3 ഉം, 1 കഴിഞ്ഞാൽ 2 സ്കിപ്പ് ചെയ്തു, 3. ഇവിടെ 2 ഉം 4 ഉം എടുത്തു, 3 എന്നുള്ള നമ്പറുടെ എടുത്ത് സ്കിപ്പ് ചെയ്തു. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് ആരുടെ ഡിഫറൻസ് ആണ്? ഇവിടെ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സിന്റെ ഡിഫറൻസ് ആണ് എടുത്തിരിക്കുന്നത്. ഇനി അവരുടെ ഉത്തരം പരിശോധിക്കാം. ഇവിടെ 8 വന്നു, ഇവിടെ 12 വന്നു, 16. അവയ്ക്കും ഒരു പ്രത്യേകതയുണ്ട്. എന്താ പ്രത്യേകത എന്ന് ടീച്ചർ പറഞ്ഞുതരാം. ഇവിടെ നോക്കുക, 3 എന്ന് പറയുന്ന സംഖ്യയും 1 എന്നുള്ള സംഖ്യയുമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അവരുടെ സ്ക്വയേഴ്സ് അല്ലേ എടുത്തിരിക്കുന്നത്. അവ തമ്മിൽ കൂട്ടുക. 3ഉം 1ഉം കൂട്ടിയ എത്രയാ? 4. ഇനി അതിന്റെ ഇരട്ടി കാണുക. ഇരട്ടി എത്ര വന്നു? 8. 4ന്റെ ഇരട്ടി 8 അല്ലേ? അപ്പോൾ അടുത്തതിൽ ഇതേപോലെ വരുന്നുണ്ട്. നോക്കൂ, 4ഉം 2ഉം കൂട്ടുക 6. അതിന്റെ ഇരട്ടി 12 വരുന്നുണ്ട്. കണ്ടോ? അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? അതായത് ദ ഡിഫറൻസ് ഓഫ് ദി സ്ക്വയേഴ്സ് ഓഫ് ഓൾട്ടർനേറ്റീവ് നാച്ചുറൽ നമ്പേഴ്സ് ഈസ് ഡബിൾ ദയർ സം. ഇവിടെ അടുത്തടുത്തുള്ള കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സിന്റെ ഡിഫറൻസ് ആണെങ്കിൽ ചുമ്മാ സമ്മ, വെറുതെ അവയുടെ തുകയായിരിക്കും. ഓൾട്ടർനേറ്റീവ് ആയപ്പോൾ എന്ത് സംഭവിച്ചു? അവയുടെ വ്യത്യാസം എന്ന് പറയുന്നത് അവയുടെ ഡബിൾ ദയർ സം എന്നായി. അതായത് അവർ തമ്മിൽ കൂട്ടിയിട്ട് അതിന്റെ ഇരട്ടി കിട്ടുന്നതായിരിക്കും അതിന്റെ ഉത്തരം, അല്ലെ? ദ ഡിഫറൻസ് ഓഫ് ദി സ്ക്വയേഴ്സ് ഓഫ് ഓൾട്ടർനേറ്റീവ് നാച്ചുറൽ നമ്പേഴ്സ് ഈസ് ഡബിൾ ദയർ സം. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ടീച്ചർ എടുത്ത എല്ലാ സൈഡ് ആക്ടിവിറ്റികളും നന്നായിട്ട് മനസ്സിലാക്കി എടുക്കുക, അത് നോട്ടിലേക്ക് പകർത്തുക. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് പുതിയൊരു ചാപ്റ്റർ ആയിട്ട് തുടങ്ങുന്നതാണ്. ഓക്കെ, താങ്ക് യു.